വിനീഷ് കൂടി ചേരുന്നുണ്ട്. വിനീഷിനൊപ്പം ഒരു സംഘ നൃത്തത്തിന്റെ കുറെ കലാകാരന്മാർ കൂടി ചേരുന്നുണ്ട്. വിനീഷിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇനം കൂടിയാണല്ലോ സംഘനൃത്തം. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പറയുന്നുണ്ട് സംഘനൃത്തം ഭയങ്കര ഇഷ്ടമാണ്, അത് ചെയ്തിട്ടുണ്ടെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ആ സംഘനൃത്തത്തിനോടൊപ്പം അല്ലെങ്കിൽ ആ സംഘത്തോടൊപ്പം നിൽക്കുമ്പോൾ അവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, അവർ എവിടെ നിന്നാണ് എത്തിയിട്ടുള്ളത്? ദേവിക രാവിലെ പുട്ടാണ് കഴിച്ചതെന്ന് തോന്നുന്നു. നല്ല തള്ളുകളുണ്ടല്ലോ. അതാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം കൃഷ്ണരാജിനോട് പറയാനുള്ളത്, സംഘനൃത്തം ഒറ്റയ്ക്ക് കളിച്ച ആളാണ് ദേവിക എന്നാണ് കൃഷ്ണരാജ് എപ്പോഴും ദേവിക പറയാറുള്ളത്. അപ്പോൾ എന്തായിരുന്നാലും നമ്മോടൊപ്പം സംഘനൃത്തം യഥാർത്ഥമായി കളിക്കുന്ന ഒരു നല്ലൊരു ടീം നമ്മോടൊപ്പം ഉണ്ട്. നമ്മുടെ തിരുവനന്തപുരം കാർമൽ സ്കൂളിൽ നിന്നെത്തിയ കൊച്ചു മിടുക്കികളാണ്. ഗംഭീരമായി അവർ രാവിലെ വന്ന് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. വലിയ പ്രതീക്ഷയാണ്. കാരണം സംഘനൃത്തത്തിന് എ ഗ്രേഡ് വാങ്ങിച്ച ടീമാണ് അല്ലേ. തിരുവനന്തപുരത്തിന്റെ ഒരു പൾസും വൈബൊക്കെ അങ്ങനെ നമ്മൾ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കണം. എങ്ങനെയുണ്ട് തിരുവനന്തപുരത്തേക്ക് ഈ കലോത്സവം എത്തുമ്പോൾ ഒരു ഫീൽ എന്താ തോന്നുന്നത്? നമ്മുടെ സ്വന്തം നാട്ടില് പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ലക്ക് തന്നെയാണ്. ഒരു വേറെ ഫീലാ. നല്ല വൈബിലാണല്ലേ രാവിലെ? തീർച്ചയായിട്ടും. ഇനി ഏതെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല, വേറെ ഇല്ല. സംഘനൃത്തം മാത്രമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. വേറെ ഉണ്ടായിരുന്നു, കഴിഞ്ഞു. അതിലും ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായിരുന്നാലും നമുക്ക് ആ ഒരു നൃത്തത്തിലേക്ക് പോകാം. ഒപ്പം മറ്റു കുറച്ച് നിങ്ങളുടെ ഒരു എക്സ്ട്രാ പെർഫോമൻസ് അതിലേക്കും കൂടി പോകണം. ആദ്യം നമുക്ക് സംഘനൃത്തം. ഓക്കെ. മുക്കത്തെ മണ്ണിൽ വളർന്ന പെണ്ണ്, പത്തരമാറ്റുള്ള നായ പെണ്ണ്, വിധവയാം കന്യക കാഞ്ചനമായ. വല്യമ്പ്രപ്പൊട്ടാട്ടെ മൊഞ്ചുള്ള മൊയ്തീൻ, മുക്കത്തെ സുൽത്താന. ഇടവേള കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തല്ലേ വരൂ. വലിയ ഗംഭീര പെർഫോമൻസ് ആണ്. ഭയങ്കര എനർജറ്റിക് ആണ് അല്ലേ. ആ എനർജിയാണ് നിങ്ങൾക്ക് എ ഗ്രേഡ് ലഭിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം ഭയങ്കര പെർഫോമൻസ്, ഭയങ്കര എക്സ്പ്രഷൻസ് ഗംഭീരമായിട്ടുണ്ട് അല്ലേ. ഈ നമുക്ക് അടുത്ത് ചാനലിൽ പറയുന്നത് സാറിന് PCR എന്ന്, ഞങ്ങൾ PCR എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അവിടുത്തെ ഏറ്റവും മെയിൻ സെൻറ്ററാണ്. ആ PCR എന്ന് പറയുന്നത് നമുക്കൊരു ഇടവേള വേണമെന്നാണ്. ആ ഇടവേള കഴിഞ്ഞിട്ട് നമുക്ക് നിങ്ങളുടെ എക്സ്ട്രാ പെർഫോമൻസിലേക്ക് പോകും. ഇത് തന്നെ വലിയ എനർജിയാണ്, ഗംഭീരമായിട്ടുണ്ട്.